ഹോം അപ്ഡേറ്റ്സ്. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധികം ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഭക്ഷണം കഴിപ്പിക്കുക, കൂടുതൽ അളവിൽ അവരെ ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ളൊരു കാര്യമാണ്. അതേ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പേരിനോട് ചോദിച്ചു അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇവിടെ കുഞ്ഞുണ്ണിക്ക് കുറുക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിലൊക്കെ നട്ട് പൗഡർ ആഡ് ചെയ്യാറുണ്ട്. കുറേ നട്ട്സ് ഒന്നിച്ചെടുത്ത് അത് പൊടിച്ച് അത് പ്രത്യേകം സ്റ്റോർ ചെയ്ത് അത് ആഡ് ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു നട്ട് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന നട്ട്സ് ഒക്കെയുണ്ട്. അതായത് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാനൊരു ജസ്റ്റ് ഒരു നുള്ള് എന്തായിരുന്നു അത് സൺഫ്ലവർ സീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ എടുക്കണമെന്നൊരു നിർബന്ധമില്ല. പിന്നെന്താണ്, അപ്പം ഇത് ഓരോന്നും ഞാനിങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ പലതിനും ചിലപ്പം പല തരത്തിലായിരിക്കുമല്ലോ അത് റെഡി ആയിട്ട് വരണം, അതുകൊണ്ട്. അപ്പോൾ തീ എപ്പോഴും ഒരു മീഡിയമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പുറം ഇങ്ങനെ ഭയങ്കരമായിട്ടും കരിഞ്ഞു പോയിട്ട് അകത്തെ പോർഷനോട്ടും വേവാണ്ട് വരും. അങ്ങനെ ഒരിക്കലും വരരുത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നോക്കാം അല്ലേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബദാം, കാഷ്യൂ, പിസ്ത, കുറച്ച് വാൾനട്ട്സ് അത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഓരോന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് പല തവണയായിട്ട് ഏതെങ്കിലും ഫുഡിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അലർജീസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങനെ മിക്സ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമ്മളിങ്ങനെ നട്ട്സ് ഇങ്ങനെ വറുത്തിട്ട് പൊടിക്കുമ്പോൾ, അത് റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കുമ്പോഴത്തേക്ക് ശരിക്കും അതിനകത്തുനിന്ന് കുറച്ച് എണ്ണ പോലെ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകുന്ന എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ചപ്പാത്തിയുടെ റോളർ പിന്നില്ലേ അത് വെച്ചിട്ട് നമ്മൾക്കൊന്ന് പൊടിക്കാം. അപ്പം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സിപ്പ് ലോക്കിന്റെ കവറിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ ആ റോളർ പിൻ വെച്ചിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് പൊടിച്ചിട്ട് പിന്നെ നമ്മളത് ക്രഷ് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതാ ഇപ്പം ഇവിടെ കാണിച്ചു തരാം ഞാൻ. ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലാം വലിയ വലിയ പീസസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ജസ്റ്റ് നമ്മൾ ആ റോളർ പിൻ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടിക്കണ കല്ലില്ലേ, അതിൻ്റെ ചെറിയ സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇടിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ചപ്പാത്തിയുടെ റോളർ പിൻ ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ജസ്റ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുവാണെങ്കിൽ അങ്ങനെ എണ്ണ കെട്ടുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ കണ്ടില്ലേ, നമ്മൾ റോളർ പിൻ വെച്ചിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ച് ആ ഒരു ജാറിന്റെ ഒരു പകുതിയോളം നിറയ്ക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, നമ്മൾ മിക്സിയിൽ പൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടാവില്ല, അതാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് നമ്മളിങ്ങനെ പൗഡർ ആക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കുക, പൊടിച്ചെടുക്കുക അല്ല ചെയ്യുന്നത്, പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പൊടി കറക്റ്റ് ആയിട്ട് കുഴയാതെ നമ്മൾക്ക് കിട്ടുള്ളൂ. ഇതായിപ്പോൾ കാണിക്കുന്നില്ല, ഇങ്ങനെ ജസ്റ്റ് പൾസ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ആ ഒരു ചെറിയ തരിതരിപ്പോട് കൂടി തന്നെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം, വല്ല കുറച്ചും കൂടെ ഫൈൻ പൊടിയാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ എനിക്ക് പേഴ്സണലി ചെറിയൊരു തരിതരിപ്പോട് കൂടി തന്നെ അത് എടുക്കുന്നതാണ് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഇതാ കണ്ടില്ലേ, നമ്മളെ നട്ട് പൗഡർ റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് ഇങ്ങനെ കൊയേഴ്സ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് ഇരിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാനിത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ല, പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും. പിന്നെ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കണ്ട കേട്ടോ, ഒരു 2-3 ആഴ്ചത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യണില്ലല്ലോ. അപ്പോൾ അങ്ങനെ എണ്ണയുടെ ആ ഒരു നട്ട്സ് അല്ലേ, എന്തായാലും അത് പൊടിക്കുമ്പോഴത്തേക്കും അതിന് ആ ഒരു എണ്ണയുടെ ഇത് എന്തായാലും ഉണ്ടാവും. ഇനിഷ്യലി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കനച്ച പോലത്തെ ഒരു ഇത് ചിലപ്പം വരാൻ, അത് നമ്മൾ പൊടിക്കുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പം അതൊക്കെ കാരണം എപ്പോഴും 2 ആഴ്ചത്തേക്കോ 3 ആഴ്ചത്തേക്കോ മാത്രം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ, നല്ല ഫില്ലിംഗ് ആണ്. കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലോണം തന്നെ ഹെൽപ്പ് ചെയ്യും. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, കുട്ടികൾ അറിയ പോലും ഇല്ല ഇങ്ങനെ ഒരു സാധനം അവരുടെ വയറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ
ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് പറയൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടില്ല എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.